മോഷണ മുതൽ കയ്യെത്തും ദൂരത്തുണ്ടായിട്ടും അത് കണ്ടെടുക്കാൻ കഴിയാത്ത ഗതികേടിലാണ് നിലമ്പൂർ പോലീസ്. മുക്കട്ട സ്വദേശി സമീന മോഷ്ടിച്ച സ്വർണമാല വയറ്റിലാക്കി. പിടിയിലായ സമീനയ്ക്ക് വയറിളക്കാനുള്ള മരുന്നും നൽകി പോലീസ് കാത്തിരിക്കുകയാണ്. പ്രതിയെ 6 ദിവസം കസ്റ്റഡിയിൽ വാങ്ങിയാണ് പോലീസ് തൊണ്ടിമുതലിനായി കാത്തിരിക്കുന്നത്. ഗോകുൽ കെ വേണുഗോപാൽ പറയും അതേക്കുറിച്ച്. തൊണ്ടിമുതലും ദൃക്സാക്ഷിയും. തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന സിനിമയിലെ രംഗങ്ങൾ ഓർമ്മ വരുന്നുണ്ടോ? ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെയും കഥ. സ്വർണ്ണമാല മോഷ്ടിക്കുന്നു, പിടിക്കപ്പെടുമെന്നായപ്പോൾ മാല വിഴുങ്ങുന്നു, പിന്നീട് പോലീസ് കാവൽ ആരംഭിക്കുന്നു. പശ്ചാത്തലം നിലമ്പൂരിലെ ഒരു സ്വകാര്യ ആശുപത്രി ക്ലിനിക്. തിങ്കളാഴ്ച രാത്രി 10ഓടെയാണ് സംഭവം. നിലമ്പൂർ ജില്ലാ ആശുപത്രി റോഡിലെ ശിശുരോഗ വിദഗ്ധൻ്റെ ക്ലിനിക്കിലെത്തിയ മമ്പാട് സ്വദേശികളുടെ 3 വയസ്സുകാരി മകളുടെ അരപ്പവരോളം വരുന്ന മാലയാണ് മോഷണം പോയത്. ചികിത്സയ്ക്കായി ഊഴം കാത്തു നിൽക്കുന്നതിനിടെ കുട്ടിയെ കളിപ്പിച്ചും കൊഞ്ചിച്ചും ഇരുന്ന സമീന മാല പൊട്ടിച്ചെടുക്കുകയായിരുന്നു. പിടിക്കപ്പെടുമെന്നായപ്പോൾ വിഴുങ്ങി. സംശയം തോന്നിയ നാട്ടുകാരാണ് യുവതിയെ തടഞ്ഞുവെച്ച് പോലീസിലേൽപ്പിച്ചത്. സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്തെങ്കിലും യുവതി കുറ്റം നിഷേധിച്ചു. നമ്മൾ ഏകദേശം കുട്ടിയെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു 4 മണി 4:30 ജലാലുദ്ദീൻ ഡോക്ടർ അവിടെ എത്തിയിരുന്നു. ഈ സ്ത്രീ ഒരു 6 മണി 6:30 ശേഷമാണ് നമ്മുടെ അടുത്ത് വരുന്നതും. അങ്ങനെ ഇവർ പെട്ടെന്ന് നമ്മുടെ മോളെ എടുത്തുനിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന മോളെ എടുത്തുകൊണ്ട് ഇവരാണ് ഓടിയതാണ്. ഓടിങ്ങനെ നമ്മൾ പെട്ടെന്ന് പിന്നാലെ ഓടി ചെന്നപ്പോഴത്തേന് ഇവർ മാല എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവരാണ് ഇറങ്ങിപ്പോയി. നമ്മൾ പിടിച്ചുവെച്ച് ചെക്ക് ചെയ്തിട്ടൊന്നും കാണാനില്ലായിരുന്നു. അങ്ങനെ പോലീസുകാർ വന്ന് എക്സ്റേ എടുത്തിട്ടാണ് ഇവർ വീങ്ങിയത് അറിഞ്ഞത്. അങ്ങനെ നമ്മൾ ഇവരെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് ഇത് എക്സ്റേ എടുത്ത് കണ്ടിട്ട് ഇവർ പറയണത് നമ്മുടെ കുട്ടിയുടെ മാലയല്ല, അവർക്ക് ടെൻഷൻ വരുമ്പോഴൊക്കെ അവരെ കുട്ടിയുടെ മാലയും മുത്തൊക്കെ ഇങ്ങനെ വീങ്ങാറുണ്ടെന്നാണ് ഇവർ പറയണത്. എന്നാൽ പോലീസ് വിട്ടില്ല. എങ്കിൽ പിന്നെ എക്സ്റേ എടുക്കാമെന്നായി പോലീസ്. ജില്ലാ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ വയറ്റിൽ ആഭരണം കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ ഏതായാലും പിന്നെ നമ്മൾ FIR ഫയൽ ചെയ്താലേ ഇവർ സത്യം നമ്മോട് തുറന്നു പറഞ്ഞു. അവരെടുത്തിട്ടുണ്ട്, വീങ്ങിയിട്ടുണ്ടെന്ന്. അവർ അതെങ്ങനെയെങ്കിലും എടുത്ത് തരുമെന്ന് വാക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മളെടുത്ത് ഒത്തുതീർപ്പാക്കാൻ ഇവരുടെ മോൻ വന്നിരുന്നു. അവർ പൈസ തരാം, എഗ്രിമെൻ്റ് എഴുതി ഒപ്പിടുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ സമ്മതിച്ചിട്ടില്ല. കാരണം അവർ പൈസ ഇല്ലാത്തൊരു ടീമാണ്, നമുക്കത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. മാല പുറത്തെടുക്കുകയാണ് അടുത്ത സ്റ്റെപ്പ്. അതിനായി വയറിളക്കാൻ എനിമ നൽകി. പക്ഷേ മാല മാത്രം പുറത്തു വന്നില്ല. അതോടെ സനീമയെ കോടതിയിൽ ഹാജരാക്കി കൂടുതൽ ദിവസത്തേക്ക് കസ്റ്റഡിയിലും വാങ്ങി. 3-ാം ദിവസത്തിലേക്ക് കടന്ന കാത്തിരിപ്പ് ഇപ്പോഴും തുടരുകയാണ്. 2 വനിതാ CPOമാർ ഉൾപ്പെടെയുള്ളവരാണ് പ്രത്യേകം തയ്യാറാക്കിയ മുറിയിൽ യുവതിക്ക് കാവലിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.